ഹായ് ഹലോ. ഇന്നത്തെ വ്ളോഗ് അങ്ങനെ തുടങ്ങുന്നത് കേട്ടോ. കുറേ നേരം മടി പിടിച്ചിട്ടിരുന്നു, കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്തു. ഇന്നലെ ക്ലീനിങ് കഴിഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ തലേദിവസം അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിച്ച് നല്ല വൃത്തിയാക്കി അത്യാവശ്യം ജോലികളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺഡേയിൽ കുറേ നേരം ഇങ്ങനെ റിലാക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്. നോക്കിയും മഴ ചാറിയിട്ടുണ്ട്, നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാൻ ഇന്നൊരു ഫിഷ് ബിരിയാണിയാണ് ഉദ്ദേശിക്കുന്നത്. ചേട്ടൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വരുമോയെന്ന് അറിയില്ല. മാറ്റം വരികയാണെങ്കിൽ റെസിപ്പികൾക്കും മാറ്റം വരും. അപ്പോൾ ഓക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ കുട്ടികളൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്തിരി മടി കാണിക്കുന്നുണ്ട്. അതുപോലെ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഇതൊക്കെ വീഡിയോയുടെ വ്യൂസ് കൂടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. വ്യൂസ് കൂടിയാലല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുള്ളൂ. ഈ ചേമ്പല്ലേ? ഇത് സാധാ ചേമ്പല്ലേ? ഇത് സാധാരണ ഇത് സാധാ ചേമ്പന്നിയെ നോട്ടെ കാണിച്ചു. ഇത് സൈമല്ലേ? വെറുതെ ഓരോന്ന് കത്തിരിക്കും. ഇത് രണ്ട് സൈമാ. ആ ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലേ? അത് വെള്ളക്കുത്താ അല്ല. ആ ഇത് റെഡ് കുത്ത. ആ അതിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് റെഡ് കുത്തും, ഇത് വൈറ്റ് വളർത്ത്. നല്ല നെയ്യുള്ള. അപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നടന്നില്ല. അപ്പം പിന്നെ എന്തായാലും അകത്തേക്ക് തന്നെ കയറി. നിറയെ ഹോളിലൊക്കെ തുണികളാണ്. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും മടക്കി വയ്ക്കാറായിട്ടില്ല. അപ്പോൾ കുട്ടലിനൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് വേറെ ഉണ്ട്. അപ്പോൾ അവിടെ പോലും കിട്ടിയില്ല. അത് എന്താ പറയുക, ഹൈലൈറ്റ് മാൾ വന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതത്ര പോരാ. ഇപ്പോൾ സാധനങ്ങൾ കുറവാണ്, എൻ്റെ കാര്യം തീരുമാനമായി എന്നൊക്കെയാണ് കേട്ടോ ചേട്ടൻ പറയുന്നത്. അപ്പോൾ അതാ ബിരിയാണിക്കുള്ള കിറ്റാണ് വാങ്ങിച്ചത്. പക്ഷേ ഇനി മുതൽ കിറ്റ് വാങ്ങിക്കേണ്ടെന്ന് തോന്നി കേട്ടോ. എന്നുവെച്ചാൽ അരി അത്ര പോരാ, വില എന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ടേനും. നമുക്കിപ്പോൾ അതിൽ തരണ നെയ്യും ഡാൽഡയൊന്നും ഒക്കെ ഒരു തിരിശയല്ലേ ഉള്ളൂ. എന്തായാലും സ്പെഷ്യലൊക്കെ ചേർക്കണം. പിന്നെ ഇപ്പോൾ അങ്ങനെ കിറ്റ് വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഇനി വാങ്ങിക്കുമ്പോൾ കൈമ റൈസോ അല്ലെങ്കിൽ ജീരകശാല റൈസോ മതിയെന്ന് ശ്രീകുട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറച്ചി പോലത്തെ മീനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഇത്തിരി നെയ്യുള്ള മീനാണെന്നാണ് ബിരിയാണിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ അതാ കുറച്ച് മീനെടുത്ത് വറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വറുത്തിട്ട് പൊടിച്ചിടാൻ കുറച്ച്, പിന്നെ അത് അമ്മിടാം, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മീൻ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം മീൻ കറി അപ്പം തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് സാധിച്ചില്ല, ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ മീനിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ബിരിയാണി മസാല, ഗരം മസാലയും ഒരു ഇത്തിരിയോളം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് പാകത്തിന് ഉപ്പാണ്. അപ്പോൾ ഇറച്ചി പോലുള്ള മീനാണെങ്കിൽ നാരങ്ങ നീരും കൂടിയും അല്ലെങ്കിൽ വിനാഗിരിയോ വേണം കേട്ടോ. ചേട്ടൻ അവിടെ ചായ വയ്ക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് ബിരിയാണിക്കുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് ശരിക്കും പറയാന്ന് വെച്ചാൽ 1-2 മണിക്കൂർ വയ്ക്കണം എന്നാണ് പറയുക. പക്ഷേ ഇതിപ്പോൾ അത്ര കട്ടിയുള്ള മീനല്ലല്ലോ, അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഞാൻ മീൻ പുരട്ടി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നപ്പോഴേക്കും എൻ്റെ കൈമ മുളകുണ്ട്, അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടനോട് അത് അങ്ങോട്ട് വെക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ നോക്കിയപ്പോൾ 2 ദിവസം മുന്നത്തെ ചട്നി അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ വേഗം അതെടുത്ത് കളഞ്ഞ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഫ്രിഡ്ജിൽ മറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്തായാലും ഉപയോഗിക്കൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അത് കളഞ്ഞ് കഴുകി വെച്ചാൽ അത്രയും നല്ലതല്ലേ. പിന്നെ ഇതാപ്പോഴേക്കും ചേട്ടൻ്റെ വക ചായ റെഡിയായി. പിന്നെ ഞങ്ങൾ നേരെ ഉമ്മർത്ത് വന്നിരുന്നു.
നല്ല ചായയാണ്, മധുരം കുറവാന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ വെച്ചതല്ലേ, ആള് അങ്ങനെ പറയുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ. കുറ്റം പറഞ്ഞതല്ല, കൂട്ടുകാർ പലപ്പോഴും ഞാൻ അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ്റെ കാര്യം പറയും കുറ്റം പറയണമെന്ന് പറയും. കുറ്റം പറയണമെന്നൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വിശേഷം പറഞ്ഞു പോകണമെന്ന് മാത്രം. പിന്നെ ശ്രീകുട്ടനെ കുറേ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. അപ്പം ഞാൻ മുകളിൽ പോയി നോക്കി, അപ്പോൾ അവൻ ഉറക്കത്തിലാണ്. അപ്പോൾ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ ചായ ചേട്ടൻ തന്നെ കുടിച്ചു. ചേട്ടൻ അങ്ങനെ എത്ര ചായ കുടിച്ചാലും ഉറക്കം വരായികയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഇത്തിരി കൂടുതൽ ചായ കുടിച്ചാൽ ഉറക്കം വരില്ല കേട്ടോ. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും സവോളയും എല്ലാ സാധനങ്ങളും മുറത്തിലേക്ക് എടുത്തിട്ടിട്ട് അതൊന്ന് ക്ലീൻ ആക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ട് പണി തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്. ചിലർ എല്ലാതും തയ്യാറാക്കി വെച്ചിട്ട് തുടങ്ങും. എനിക്ക് ഇത്തിരി എളുപ്പപ്പണി കൂടുതലാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ആദ്യം തുടങ്ങണ കാര്യങ്ങൾ ഒന്ന് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് അടുപ്പത്തേക്ക് ആക്കും. എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഓരോന്ന് ചെയ്യലാണ് എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. സമയം ലാഭിക്കാനാണ് ഞാൻ ആ പരിപാടി ചെയ്യണത്. സമയം കൂടുതലുള്ളവർക്കൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം. എനിക്ക് ഒട്ടും സമയമില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് അതിനടുപ്പത്ത് മീൻ വറക്കാനായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ വറക്കലും എനിക്ക് സവോള ക്ലീൻ ആക്കലും ഒക്കെ ഒരുമിച്ച് കഴിയുമല്ലോ. വെള്ളം ചൂടാക്കാനും വയ്ക്കായിരുന്നു, പക്ഷേ മീൻ ഈ മസാലയൊക്കെ ആവാണ്ട് ഇപ്പോൾ കാര്യമില്ല അത്. അപ്പോൾ അത് കാരണം മീൻ എന്തായാലും ആദ്യം വറവാവട്ടെ. ഇരുമ്പിൻ്റെ ചട്ടി എടുത്തില്ല കേട്ടോ, ഞാൻ നോൺ സ്റ്റിക്ക് എടുത്താൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു രുചി കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 4-5 സവോള എടുത്തിട്ട് ഫ്രൈ ചെയ്യാനുള്ളതും ഇതിൽ നിന്ന് തന്നെ മാറ്റിയാൽ മതി കേട്ടോ. ശരിക്കൊരു 3 സവോളയോ അല്ലെങ്കിൽ 2 സവോളയൊക്കെ മതി ഗ്രേവിക്കുള്ളത്, പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം നമുക്ക്. അപ്പം ഞാനത് അവിടെ ഇരുന്ന് കണ്ടിട്ട് സവോള അരിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ പുതിനേരെ ഇല മാത്രം എടുത്ത് മാറ്റി കണ്ടിട്ട് ആ തണ്ട് കുഴിച്ചിടാമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ പിടിക്കുകയാണെങ്കിൽ നല്ലതല്ലേ പുതിന. ഞാൻ ആദ്യമൊക്കെ കുറേ അങ്ങനെ വെച്ചുണ്ടാക്കി അത്യാവശ്യം പൊടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ എപ്പോഴോ അത് കേടായി പോയി. അപ്പോൾ പിന്നെ രക്ഷയില്ല. പിന്നെ ഇപ്പോഴാണ് ആ ഒരു കാര്യത്തെപ്പറ്റി ഓർത്തത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ സവോള മാത്രം ക്ലീനാക്കി എടുത്തുകൊണ്ട് വന്ന് ഈ സ്ലൈസറിൽ വെച്ചാൽ 2 മിനിറ്റ് മതി കേട്ടോ നമുക്ക് സവോള അരിയാനൊക്കെ. എനിക്ക് ഭയങ്കര ഈസിയാണ്. ചേട്ടന് ഇത് പെടുത്തില്ല, എന്താ വെച്ചാൽ അരിയുമ്പോൾ കൈ മുറിയും ചേട്ടൻ്റെ. എനിക്ക് അത്ര കുഴപ്പമില്ല, നല്ല പ്രാക്ടീസായി. അപ്പം ഞാൻ വേഗം സവോള അരിഞ്ഞും കണ്ടിട്ട് അത് വഴറ്റാനായിട്ട് ഇടാൻ വെച്ചാൽ എല്ലാത്തിനും ഇത്തിരി സമയം വേണ്ടേ. മീൻ അപ്പുറത്തടുപ്പിലും സവോള ഇപ്പുറത്തടുപ്പിലും വഴറ്റാനെന്ന് വിചാരിച്ചു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ബാക്കിയുള്ളതൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്, പക്ഷേ അപ്പോഴേക്കും സവോള ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതല്ലേ. പിന്നെ ഞാനൊരു തുണി നമുക്ക് പാത്രം എടുക്കുമ്പോൾ തുടയ്ക്കാനും ഒരു തുണി കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും ഞാൻ എപ്പോഴും വയ്ക്കും കേട്ടോ. പാചകം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ നമുക്കത് അത്ര അത്യാവശ്യമാണ് ക്ലീൻ ആക്കാനൊക്കെ. ആ വൈപ്പർ കൊണ്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞാലും തുണി കൊണ്ട് ഒന്ന് തുടച്ച് കഴിഞ്ഞാലാണ് നല്ല വൃത്തി നമുക്ക് കിട്ടുക. പിന്നെ മീനൊക്കെ ആ നേരം കൊണ്ടായിട്ടുണ്ട്, അതൊന്നും മറച്ചിട്ടും മീനിൽ നിന്ന് നെയ്യ് ഇറങ്ങുന്നുണ്ട്. പിന്നെ അപ്പോഴേക്ക് സവോള ഞാൻ ഈ പാത്രം ചൂടായി സവോള എടുത്തിട്ടു. വെളിച്ചെണ്ണയില്ല, ഓയിൽ വേണമല്ലോ ഇതിന്, ഓയിൽ പൊട്ടിച്ചൊഴിച്ചു. പിന്നെ ഇത് ചെയ്യണോടൊപ്പം തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു. അതിനിടയിൽ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി ഒരു ബൗളിലേക്ക് ആക്കി വെച്ചു. ഞാനപ്പോൾ ആ ഒരു ചട്ടിയിലുള്ള വെളിച്ചെണ്ണ നമ്മുടെ സവോളയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ആ ഒരു മീനിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഞാൻ അതിൽ ഒരു തുള്ളി ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ള സവോള വാട്ടാനായിട്ട്. അപ്പോഴേക്കും ചേട്ടൻ വന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ അത് നോക്കാമെന്ന് പറഞ്ഞു, എന്നോട് ഇത് ക്ലീൻ ആക്കിക്കോളാൻ പറഞ്ഞു. ഇതിലേക്ക് ഞാനൊരു 2 കുടം വെളുത്തുള്ളിയും അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചി, 7 പച്ചമുളകാണ് എടുത്തത്. 8 പച്ചമുളകാണ് 1 കിലോയിലേക്ക് കണക്ക്. പിന്നെ പച്ചമുളകിൻ്റെ വലുപ്പമോ എരിവൊക്കെ അനുസരിച്ച് അത് മാറ്റം വരുത്താം. കുറച്ച് കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും ഉപ്പും കൂടി ഞാൻ ഇട്ടു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ എനിക്ക് ചെയ്യാനുള്ള മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി കൂടി ഇന്നലത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ അങ്ങനെ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി 2 തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂടി വെച്ചു. ഇനി അതൊന്ന് വഴണ്ട് കിട്ടട്ടെ, അതുവരെ അവിടെ ഇരിക്കട്ടെ. പിന്നെ വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കണ്ടിട്ട് സവോള ഫ്രൈ ചെയ്യണം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ആക്കി എടുക്കണമല്ലോ. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് തൈരും കൂടി ഈ മസാലയിൽ ഇട്ടു കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചിക്കൻ്റെ ഒക്കെ അത്രയ്ക്ക് ഫ്ലേവർ മീനിന് കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഞാൻ പിന്നെ ഇത് അരിൻ്റെ ഇടയിൽ എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അരി കഴുകിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ അരി എടുത്ത് കഴുകുകയാണ്. ചേട്ടൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊരു സന്തോഷം തന്നെയാണ് 2 പേരും കൂടി അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാമെന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ സാധാരണ ദിവസങ്ങളിലൊന്നും വരാറില്ല, പക്ഷേ വിശേഷ ദിവസങ്ങൾക്ക് വിഷു, ഓണം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അച്ഛനും
എല്ലാവരും ഒരുമിച്ചാണ് പാചകം ചെയ്യുക. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. നല്ലൊരു ഉത്സവം പോലെയായിരുന്നു. അപ്പോൾ ആ മസാലയിൽ 2 മീൻ ഞാൻ മുള്ളൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരാനായിട്ട്. പിന്നെ പുതിനയിലയും മല്ലിയിലയും ഒരു പിടി മല്ലിയില ഇടാന്ന് വെച്ചാൽ അരപ്പിടി പുതിനയില, അങ്ങനെ ആ ഒരു കണക്കിലാണ് ഇടേണ്ടത് കേട്ടോ. കഴിച്ചുപോയി. അപ്പോൾ മേമയാണ് വന്നത്, വേറെ ഏതോ ആളാന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ എന്നോട് പോയി വാതിൽ തുറക്കാൻ പറഞ്ഞത് കേട്ടോ. മേമ എന്ന് പറഞ്ഞാൽ ഇവിടെ ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തി കേട്ടോ. അത് കുറേയൊക്കെ നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് അത് കഴിഞ്ഞ് ആളൊന്നും കഴിച്ചൊന്നുമില്ല, പോയി. പിന്നെ ഞാൻ തിരിച്ച് വന്നപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ഉപ്പും നാരങ്ങാനീരും പച്ചമുളകൊക്കെ ഇട്ടു. അപ്പോഴേക്കും സവോള ഞാൻ വീണ്ടും വേറെ അരിഞ്ഞിങ്ങാട്ട് ഫ്രൈ ആക്കാനായിട്ട് വെച്ചു. അത് മാറ്റി കഴിഞ്ഞ് ഇതിൽ തന്നെ മസാല മൂപ്പിച്ച് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി അത് വേറെ പാത്രത്തിലാക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതിലേക്ക് എല്ലാ മസാലകളും ഇട്ട് മൂപ്പിച്ച് കണ്ടിട്ട് അത് ഇങ്ങോട്ട് ഒഴിച്ചു. പിന്നെ മൂപ്പിച്ചത് വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. പുതിയതായി പാചകം പഠിക്കുന്നവരൊന്നും ഇത് പരീക്ഷിക്കണ്ട കേട്ടോ. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത്. അതിലത്തെ ബാക്കി ഇത്തിരി ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലും കൂടിയും അതിൽ ചേർത്ത് കൊടുത്തു. വേറെ ഓയിലൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ലല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഞാൻ ഇത് മസാല ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വഴറ്റിയ മസാലയും കുറച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ, നമുക്ക് ദമ്മിടുമ്പോൾ ഇടയിൽ ഇടാനായിട്ടാണ്. പിന്നെ ഞാൻ മീൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഈ മസാലയിലേക്ക് അങ്ങോട്ട് വെച്ച് പിന്നെ ആ മസാല കൊണ്ട് അങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ ആ മീൻ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അരിയൊക്കെ വെന്തു. ഇപ്പോൾ ഒരു കുഴഞ്ഞ പരുവാണ്. ഇനി ദമ്മിട്ട് കഴിയുമ്പോൾ അത് നല്ല വിടർന്ന പരുവായിക്കോളും. 2 രീതിയിലാണ് ഞാൻ ഇട്ടത്. അപ്പം ഞാൻ ചോറൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് കണ്ടിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ച മസാലയും മല്ലിയിലയും പുതിനയിലയും പിന്നെ സവോള ഫ്രൈ ചെയ്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടായിരുന്നില്ല, കുറച്ച് നെയ്യും ഇടയിൽ ചേർത്ത് കൊടുത്തു. പിന്നെ ഇപ്പോൾ പാലിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കി അങ്ങനെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാനതൊന്നും ചെയ്തില്ല കേട്ടോ, ഇത്രയും മസാലയുള്ളൂ. പിന്നെ ഇപ്പോൾ വേറൊരു കളറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ 2 ലെയറായിട്ട് ചെയ്തു. ലാസ്റ്റ് മൂടി വെച്ചു. പിന്നെ ക്യാരറ്റ് അരിഞ്ഞിരുന്നവരും അങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് കേട്ടോ. ഫിഷ് ബിരിയാണിയിൽ അത്രയ്ക്കൊന്നും വേണ്ടാന്ന് എനിക്ക് തോന്നി, അത് കാരണം ഞാൻ അതൊന്നും ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് എസൻസും കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു തവ നന്നായിട്ട് ചൂടാക്കിയിട്ട് ചെറു തീയിലാക്കി അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ബിരിയാണി തട്ട് വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ മാത്രം ചെറിയ തീ വരുമ്പോഴേ ആ ഭാഗം മാത്രം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ്, അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞു പോകുന്നു മാത്രം കേട്ടോ. അത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം അവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം. പിന്നെ അവിടെ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട്, അപ്പോൾ ഇതങ്ങോട്ട് ദമ്മ പൊട്ടിക്കാറാകുമ്പോഴേക്കും നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഫ്രീ ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വേഗം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു. എന്തായാലും നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണ സമയത്ത് നമുക്ക് വല്ലാണ്ട് ഒതുക്കാനൊന്നും പറ്റില്ല, അടുപ്പത്തായതിന് ശേഷം തന്നെയാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് വലുതായിരുന്നു അവിടെ കൊണ്ടുവയ്ക്കും. മറ്റേത് കൊണ്ടയ്ക്കുന്ന സമയത്ത് അവിടെ അനങ്ങില്ലേ അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ അനങ്ങില്ലേ, പറിച്ചോട്ടൊന്നും അനങ്ങില്ലേ, അവിടെ കിടന്ന് മാത്രം അനങ്ങുള്ളൂ. അവിടെ കട്ടെ കൂട്ടത്തോടെ ആയാലും കായ്പ കായ്ക്ക് ഇടയ്ക്കത്തിരി വെള്ളം ഒഴിച്ചോളോ. ഈ കായ്പ കായ നോക്കിയാൽ ഒരേലി ഉണ്ടോ നോക്കിയ കുറുമ്പുണ്ടോയിട്ട്. നല്ലോണം മൂത്താ എന്നാ പിന്നെ എന്നാ പിന്നെ വിത്തിന് നിന്നോട്ടെ. വിത്തിന് നിന്നോട്ടെ. കളഞ്ഞു അയല കളഞ്ഞു. പിന്നെ ഞാൻ വേഗം പാത്രം കഴുകാനായിട്ട് പോന്നു കേട്ടോ. എല്ലാതും നമ്മുടെ സിങ്കിലേക്ക് എടുത്തിട്ടിട്ടാണ് ഞാൻ ചേട്ടൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തിട്ട് ചെയ്യണമെന്ന് നോക്കാൻ പോയതായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പുല്ലൊക്കെ പറിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളേക്കുള്ള മീൻ കറിക്കുള്ളത് വെച്ചിട്ടുണ്ട് ചേട്ടാ.
നാളേക്കുള്ള മീൻ കറിക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. മതി. പിന്നെ ലാഭമില്ല. അപ്പം ഇന്നത്തെ ഉപ്പേരിക്കല്ലേ വേണ്ടതാണല്ലേ? വേണമെങ്കിൽ മുതിര കായും കൂടി ഇട്ടിട്ട് വെക്കുക. നിങ്ങൾ മോര് റെഡിയാക്കി. അപ്പോഴേക്ക് നല്ല മഴ പെയ്തു. അപ്പോൾ ചേട്ടൻ കയറി. അപ്പോൾ മീൻ കറിക്കുള്ളത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്ന് മീൻ വാങ്ങിച്ചത് ചേട്ടൻ ചിലവ് കുറയ്ക്കൽ പരിപാടിയായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ബിരിയാണീൻ്റെ സാധനങ്ങൾ പറഞ്ഞപ്പോൾ വലിയ ചിലവൊന്നും കുറഞ്ഞില്ലല്ലോ. അപ്പോൾ നാളേക്കുള്ള കറിക്കുള്ള മീനും കൂടി ഉണ്ടെന്ന് ചേട്ടനോട് സന്തോഷിച്ചോട്ടെ അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നാലും. അപ്പോൾ ആ ബിരിയാണി ദമ്മൊക്കെ ഇട്ടു. ഞാൻ ആദ്യം അതിൻ്റെ മുകളിലത്തെ ചോറ് എടുത്ത് മാറ്റിയാണ് കേട്ടോ. നമുക്ക് ആ മീൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ്ടേ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോയില്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് ഒരു പാത്രത്തിലാക്കി മാറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ ചോറ് അതിലേക്ക് തിരിച്ചിട്ട് ആ മസാലകളൊക്കെ എടുത്ത് മിക്സ് ചെയ്തു. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ മീനിൻ്റെ മുകളിൽ ആ മീനിൻ്റെ ഒപ്പം മസാലയും കൂടിയും വെച്ചിട്ട് ഈ ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ മീൻ വയ്ക്കുക, കുറച്ച് മസാല ഇടുക, പിന്നെ ചോറ് വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ അമർത്തുക. ചിലപ്പം മസാല ആവശ്യമുള്ളവർക്ക് എടുത്താൽ മതി, മസാല കുറവ് ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ പക്ഷേ മൊത്തത്തിൽ മിക്സ് ചെയ്തു. ഇതേപോലെ നല്ല സെറ്റാക്കാമെന്ന് ചോദിച്ചു. മുട്ടയും കൂടി പുഴുങ്ങേണ്ടതായിരുന്നു അല്ലേ. ശ്രീകുട്ടൻ പറഞ്ഞു മുട്ട പുഴുങ്ങായിരുന്നു എന്ന്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചാൽ എല്ലാതും കൂടി ചിലവാവില്ല. പപ്പടം വറുത്തു, അച്ചാറുണ്ട്, മോര് മുളക് ഇട്ടതുണ്ട്. ഇത്രയും പോരെ, ധാരാളം അല്ലേ. എനിക്കത് ധാരാളമാണ്. ഇന്ന് ചോറ് വെച്ചത് വെറുതെ ആയി. രാവിലെ മുതിര ഉപ്പേരിയും പിന്നെ എന്നിട്ടായിരുന്നു മുട്ട വറുത്തതും ഉണക്കമീൻ അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ കിടന്നു. ഞാൻ ഉറങ്ങിയൊന്നുമില്ല. എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോകളൊക്കെ. അടുത്ത ആഴ്ചയിലേക്കുള്ള 2-3 എണ്ണമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചു. ചേട്ടൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. എന്നുവെച്ചാൽ മഴയല്ലേ, എനിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുറ്റത്തേക്ക് ഇറങ്ങാൻ. പിന്നെ ഇവിടെ പുല്ലിന് മരുന്നൊടിച്ചിട്ട് ആകെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ കൂട്ടിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് പുല്ല് കഴിഞ്ഞ ആഴ്ച ചെത്തിയത്, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാൻ വെച്ചു. പിന്നെ നമ്മുടെ കോവയ്ക്കയും പിന്നെ എന്താ പറയുക ഫാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ അവിടെയുള്ള പുല്ല് പറിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പന്തലൊക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ അത് ഇന്ന് ഇടാനുള്ള പന്തൽ റെഡിയാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാധനങ്ങൾ മുഴുവനായിട്ട് കയ്യിലില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ആ പരിപാടി വേണ്ടാന്ന് ചോദിച്ചു കേട്ടോ. അത് എപ്പോഴെങ്കിലും ചെയ്യാം, ഇന്നിപ്പോൾ എന്തായാലും നടക്കില്ല. ചേട്ടൻ ഇവിടെ ഈ കൂടിക്കിടന്നായിരുന്നത് അങ്ങനെ കൈക്കോട്ടുകൊണ്ട് വടിച്ചങ്ങാട്ട് ആദ്യം അങ്ങോട്ട് അകലേക്ക് കളയാൻ വെച്ചു. പിന്നെ എടുക്കണേലൊക്കെ നന്നായിട്ട് മണ്ണിങ്ങനെ പിടിക്കുകയാണ്. മണ്ണ് കളയാൻ പറ്റില്ലല്ലോ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച മണ്ണല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ എടുത്ത് ആ വാഴയുടെ കടയ്ക്കോ തെങ്ങിൻ്റെ കടയ്ക്കോ ഒക്കെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഞാൻ പുല്ല് പറിക്കുന്ന ചെറിയ പുല്ലുകളൊന്നുമല്ല, അത്യാവശ്യം വലിയ പുല്ലുകളാണ്. അത് കാരണം കൊണ്ട് പറിക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറിക്കുകയാണ്. ചേട്ടനും അതിനോടൊപ്പം തന്നെ ഇവിടെ കളച്ച് അങ്ങനെ നല്ല വൃത്തിയാക്കുന്നുണ്ട്. സൺഡേയിൽ കുറച്ച് നേരമെങ്കിലും ഞങ്ങൾക്ക് മുറ്റത്ത് ജോലി ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്ത പോലെയാണ് കേട്ടോ. ഇതൊരു സൺഡേ റൊട്ടീനായി മാറിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും. അല്ലെങ്കിൽ നമ്മുടെ വീട് കാട് പോലെയോ അത്യാവശ്യം കാട് പോലെ തന്നെയാണ് കിടക്കണത്. എന്നാലും പറ്റണ പോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ചെടികളും കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ചേട്ടൻ മുറിച്ച് അവിടെ എന്താ പറയുക, നമ്മുടെ ലക്കി ബാമ്പു എന്നല്ലേ പറയുന്നതിന്, ലക്കി ബാമ്പു ആണ്. ഞാനതൊക്കെ ഉണ്ടെങ്കിൽ കളയുള്ളൂ. ചേട്ടൻ ഒരു ചെടി പോലും കളയണത് ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം അത് 2ആയിട്ട് മുറിച്ച് അവിടെ കുത്തി വെച്ചിട്ടാണ്. പിന്നെ ഈ പുല്ലൊക്കെ എടുത്തിട്ട് വീണ്ടും കളയാണ് കേട്ടോ. പിന്നെ അവിടെ 2 തെങ്ങ് നിൽക്കുന്നുണ്ട്. വെറുതെ കുഴി കുത്തി നട്ട തെങ്ങായിരുന്നു. അതിനൊരു കുഴപ്പമില്ലാണ്ട് നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വലിയ ബിൽഡപ്പ് കൊടുത്ത് വലിയ കാര്യത്തിൽ നട്ട തെങ്ങ് തൈകളൊന്നും പിടിച്ചില്ല. 2 തെങ്ങ് തൈകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആറ്റത്ത് അപ്പുറത്തെ പറമ്പിലെ തെങ്ങ് മുളച്ചതാണ്. നമ്മൾ വാങ്ങിച്ച് വലിയ നല്ല തെങ്ങൊക്കെ കൊണ്ടുവച്ചതൊന്നും പിടിച്ച് കിട്ടിയില്ല. അതെന്താ വെച്ചാൽ ഇവിടെ വെള്ളക്കെട്ടല്ലേ, നമ്മൾ വലിയ കുഴിയൊന്നും കുത്തി തെങ്ങൊന്നും നട്ടിട്ട് ഇവിടെ ഒരു കാര്യമില്ല. എന്താ വെച്ചാൽ അപ്പം വെള്ളം നിൽക്കും. വെറുതെ മുകളിൽ വെള്ളം നിൽക്കണോടത്ത് മുകളിൽ തന്നെ തെങ്ങ് നട്ടിട്ടാണ് കാര്യമുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ആ 2 തെങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അടയ്ക്കാരം പിന്നെ ഇഷ്ടം പോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. വാഴകൾക്ക് കുറച്ചൊരു വിഷമത്തിലാണ്. എന്താ വെച്ചാൽ അതിന് വളം ഇടാണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. 1-2 വാഴകൾ വലുതാണ്, ബാക്കിയൊക്കെ ചെറുതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചേമ്പ് ഇങ്ങനെ മുകളിലേക്ക് ഇല നിൽക്കുന്നത്, ഇത് ഞങ്ങളിങ്ങനെ യാത്ര പോയപ്പോൾ കുറേ സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടു കേട്ടോ. അപ്പം നമ്മളോടത്ത് ചീഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ച് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ പറമ്പ് ക്ലീൻ ആക്കിയപ്പോൾ അവിടെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അത് മുളച്ച് നിൽക്കുന്നു. അപ്പം ഞാൻ അപ്പോൾ അത് ഞങ്ങൾ നട്ടു. പിന്നെ ഇതെന്താ പറയുക, ശംഖുപുഷ്പം, അത് നടാനുള്ള ഒരു നൂൽക്കമ്പി കിട്ടുമെന്നാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചത്. അപ്പോൾ അത് എടുക്കാനായിട്ട് ചേട്ടൻ പോയി, കിട്ടിയൊന്നുമില്ല. പിന്നെ ഒരെണ്ണം ഹാങ്ങിങ് പോട്ട് ഒരെണ്ണം താഴത്ത് ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഈ കയറുണ്ടല്ലോ ഹാങ് ചെയ്യേണ്ടത്, അത് കാണാണ്ട് അങ്ങനെ താഴ്ത്ത് വെച്ചതായിരുന്നു. ഇപ്പം ഞാൻ ഈ നൂൽക്കമ്പി തപ്പിപ്പോയപ്പോൾ അതൊരെണ്ണം എനിക്ക് കിട്ടി.
അപ്പം ഞാനതിലാക്കി കണ്ടിട്ട് ഇതാ നമ്മുടെ ചാമ്പയുടെ ചെറിയൊരു കൊമ്പുമ്മയാണ് ഞാത്തിരുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞാത്തിരുന്നത് വലിയ ഇഷ്ടമാണ്. വീടിൻ്റെ ചുറ്റും ആകുമ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇറയത്തൊക്കെ ആകുമ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ അത് ആകെ ഇറയത്തേക്കൊക്കെ മണ്ണ് വീണ്, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇറയ ആകെ കുളമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നിറയെ ശീതളടിക്കും. ഞാനൊരു ചെമ്പരത്തിയുടെ കൊമ്പ് വെട്ടി കൊണ്ടുവന്നിട്ട് അതിനൊരു കുത്ത് കൊടുത്ത് കണ്ടിട്ട് തൽക്കാലത്തേക്ക് എന്തായാലും ഇങ്ങനെ നിൽക്കട്ടെ അല്ലേ. ഇങ്ങനെ നിന്നാലും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിന് അത്ര വെയിറ്റ് ഉള്ളതൊന്നും അല്ലല്ലോ. ഇത് എവിടെ വെക്കണ്ടേന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കി. പിന്നെ ഇവിടെ കുറച്ചും കൂടിയൊക്കെ വെട്ടിക്കളയാനുണ്ട് ചെടികൾ. അതെന്തായാലും ഇന്ന് വേണ്ടാന്ന് വെച്ചു. പിന്നെ തുമ്പയും മൂക്കുറ്റിയും തുമ്പാന്ന് വെച്ചാൽ തുമ്പയല്ലല്ലോ, മറന്നുപോയി. മുക്കുറ്റിയൊക്കെ നമ്മുടെ ഓണത്തിന് തുമ്പക്കുടം അതൊക്കെ ഉണ്ടാവണുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പറിച്ച് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ ഒന്നും പുല്ല് കാര്യമായിട്ട് പറിച്ചില്ല. പിന്നെ അതൊരു ചട്ടി എടുത്തുകൊണ്ട് വന്ന് കണ്ടിട്ട് പകുതി ആ ചേമ്പിൻ്റെ കിഴങ്ങിൽ നിന്ന് പകുതി മുറിച്ച് മാറ്റി വേറെ ചട്ടിയിൽ നട്ടു. എന്താ വെച്ചാൽ ഇത് വലിയ കിഴങ്ങായിട്ട് നിൽക്കുക, മുകളിലേക്ക് ചട്ടിയേക്കാളും ഉയരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പകുതി മുറിച്ച് മാറ്റി പിന്നെ ഇതിൽ നട്ട് വെച്ചു കേട്ടോ. നല്ല ഭംഗിയിലൊക്കെ പിടിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല കിണറിൻ്റെ ഭാഗത്ത് വലിയൊരു ചെടിത്തോട്ടം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അവിടെയൊക്കെ വെക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ്. പിന്നെ ശ്രീകുട്ടൻ്റെ ഒരു പാൻറ്റ് ഷർട്ടും വൈറ്റ് ഉണ്ടായിരുന്നു, അത് കുറേ ദിവസമായി കഴുകാനായിട്ട് കിടക്കണു കേട്ടോ. എന്താ വെച്ചാൽ നല്ല വെള്ളം നമ്മുടെ വീട്ടിലിത്തിരി കലങ്ങിയതാണെന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ അവരോടൊന്ന് കൊണ്ടുവരണം. അപ്പോൾ പകൽ നമുക്ക് കിട്ടണം. അപ്പോൾ ചേട്ടാ അവിടെ നിന്ന് എനിക്ക് വെള്ളം കൊണ്ടു തന്നു. അപ്പം ഞാൻ വേഗം ആ ഷർട്ടും പാൻറ്റും വൈറ്റാണേ, അതുകൊണ്ടാണ് അതൊന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. എനിക്ക് എൻ്റെ ചുരിദാറുകൾ കഴുകാനായിട്ട് കല്ലുമ്മ കിടക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും പണികൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മതി, ഇന്ന് നാളെ കഴുകാമെന്ന് ചോദിച്ചു. അത്രയ്ക്ക് അധികം ഇല്ല കഴുകാനായിട്ട്. അത്യാവശ്യമൊക്കെ തലേദിവസം ഞാൻ കഴുകി കഴിഞ്ഞതാണല്ലോ. കല്ലും അലക്കാനുള്ള കുറച്ചെണ്ണം മാത്രമേ ഇരിപ്പുള്ളൂ. അപ്പോൾ അതെന്തായാലും ഇനി നാളെ കഴുകാൻ വെച്ച് തൽക്കാലം ഇത് കഴുകി അവസാനിപ്പിച്ചു. ശ്രീകുട്ടനോട് എന്നെ മുകളിൽ കൊണ്ടിടാൻ പറഞ്ഞു. വീണ്ടും ചേട്ടൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ ആ പൂക്കളുണ്ടാവുന്ന ചെടിയാണ്, പക്ഷേ നിറച്ച് ഈ പുഴു തിന്നിട്ടേ ഇലകളൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് നിൽക്കണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ച് കാട്ടിക്കളഞ്ഞു. പിന്നെ റോസക്കൊമ്പ് ഞാൻ ആ വെള്ളം കൊണ്ടുപോയപ്പോൾ കൈമ പിടിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ ഒന്നും കട്ട് ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചു. ഒരു കൊമ്പ് വെട്ടിയില്ല കേട്ടോ, അതുമ്പോൾ മുട്ട് നിൽക്കുന്നുണ്ട്. റോസപ്പൂവ് ഉണ്ടാവണം കാണാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ഒതുങ്ങിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കൈമയും കാലുമൊക്കെ മുള്ള് കൊള്ളും. അപ്പോൾ അത് കാരണം ഞാൻ വേഗം കട്ട് ചെയ്ത് കുറച്ച് മാറ്റി. ഞാൻ വേറൊരു ചെടിച്ചട്ടിയിൽ ആ കട്ട് ചെയ്ത് മാറ്റിയത് കുത്തി വെച്ചിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ അതിന് ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നല്ല ഭംഗിയിൽ വെക്കണം. പിന്നെ ഞാനിവിടെ ചീരയുടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചിലതൊക്കെ പിടിച്ചു, ചിലതൊക്കെ വിട്ടുപോയിണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയ സ്ഥലത്തൊക്കെ ഞാൻ വീണ്ടും നട്ടു കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വലുതായ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാനായിട്ട്, നല്ല ഭംഗിയിൽ ഷേപ്പിൽ വെട്ടി നിർത്തിയ. അപ്പോൾ എന്തായാലും നമുക്ക് ശ്രമിക്കാം. പതുക്കെ നല്ല ഭംഗിയുള്ള ചെടിത്തോട്ടമായി മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനങ്ങനെ അവസാനിപ്പിച്ചു. മുറ്റമൊക്കെ അടിക്കുകയാണ്. ഇനി പരിപാടി നിർത്തി ബാക്കി ഇനി നമ്മുടെ ടൂൾസൊക്കെ കഴുകാനൊക്കെ ചേട്ടനെ ഏൽപ്പിച്ചു. പിന്നെ ശ്രീകുട്ടനെ കൊണ്ട് ചായ വെപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പണിയെടുക്കണതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിക്കാൻ പോയിരുന്ന പിന്നെ അതങ്ങോട്ട് മറന്നു പോകും. ഇന്നത്തെ വീഡിയോ ഇത്തിരി വലുതാണ്, കൂട്ടുകാർ ക്ഷമിക്കുക. കാണാൻ പറ്റണത് കാണുക കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കാട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോൻ്റെ രസം അങ്ങോട്ട് പോവും. അത് കാരണം കൊണ്ടാണ്. കുറേയൊക്കെ ഞാൻ സംസാരിക്കേണ്ടതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചേട്ടാ പുല്ലൊക്കെ വാരി എടുത്തിട്ടുണ്ടായി. 2-3 ചെടിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അതൊക്കെ കുത്തി വയ്ക്കേണ്ടതുണ്ട്. പിന്നെ അതാ നോക്കിയപ്പോൾ നമ്മുടെ മഴക്കാർ കണ്ടോ, ഇപ്പോൾ പെയ്യുന്നുള്ള നിലയ്ക്ക് മഴക്കാരിങ്ങനെ മുകളിലേക്ക്. ഇന്ന് രാത്രി ഫുള്ള് മഴയാവുന്നു, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു രീതിയിൽ. അപ്പോൾ അതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃഷിയൊക്കെ എവിടെ വരെയെന്ന്. പയർ ഒരു 10-15 എണ്ണമൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ മുളകൊക്കെ ഈ ഒരു നിലയ്ക്ക് നിൽക്കണു. പിന്നെ കൈപ്പയ്ക്ക അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പടവലങ്ങി അങ്ങനത്തെയൊക്കെ പോയി കിട്ടി. പിന്നെ ചൂന്യമുളകാണ് ഇത്, പച്ച ചൂന്യമുളക് കേട്ടോ. അത് അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിലേക്ക് മാറ്റി വെക്കണതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. ചേട്ടൻ ഇത് അവിടെ റെഡിയാക്കി. ഇതാ മഴ ഇപ്പോൾ പെയ്യും, കാറ്റൊക്കെ നല്ല കാറ്റൂതി, നല്ല ഭംഗിയുള്ള നല്ല സുഖമുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ വേഗം പോയി കുറച്ച് പോപ്കോണൊക്കെ ഉണ്ടാക്കി ശ്രീകുട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ കട്ടൻ ചായയും പോപ്കോണും സൂപ്പറല്ലേ. കട്ടൻ ചായയൊന്നും വേണ്ടല്ലേ പോപ്കോണിന്, എന്നാലും ഞങ്ങളത് ഉണ്ടാക്കി അതങ്ങനെ കഴിച്ചു. ആ മഴയൊക്കെ കണ്ടാസ്വദിച്ച് അങ്ങനെ ഒരു കട്ടൻ ചായ കുടിക്കുക, അത് അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.